നമസ്കാരം. ഇതുപോലെ ഒരു ദിവസം ഡിസംബർ 11 ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. ഇപ്പോൾ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തതിന് മുമ്പ് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് ആദ്യം. ഒരു ബ്രോക്കറിൻ്റെ ഇടപാടിലായിരുന്നു ഞങ്ങളുടെ പെണ്ണ് കാണൽ ചടങ്ങ്. അപ്പോൾ ഞാൻ ചിത്രയുടെ കോട്ടയത്ത് ഞങ്ങളുടെ വീട്ടിൽ ചെന്നു. അന്ന് അച്ഛനില്ലാത്ത സമയമാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങ്. അപ്പോൾ ചായ കൊണ്ടുവച്ചു, പലഹാരങ്ങൾ കൊണ്ടുവച്ചു. ചിത്ര ഒരുങ്ങി വന്നു. അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു, ചെറുക്കനും പെണ്ണും ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ പെണ്ണ് കാണാമെന്ന്. ചിത്രയ്ക്കും അതുപോലെ പ്രതീക്ഷയുണ്ട്. ചിത്രയുടെ സങ്കല്പത്തിലുള്ള ഒരു പുരുഷനാകാൻ ഞാൻ കാരണം ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കണം, നല്ല ഒത്ത സൈസ് ആയിരിക്കണം, അല്ലേ ഇത്ര ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ ചിത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ചിത്രം ഇഷ്ടപ്പെട്ടു. എനിക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു പെൺകുട്ടി വേണം, നല്ല ഫാമിലി എന്നുള്ളൊരു പെൺകുട്ടി വേണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ചേർന്ന് വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും മറ്റ് കാര്യങ്ങളൊന്നും നോക്കാതെ കല്യാണം തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് ചടങ്ങുകളാണല്ലോ. നിശ്ചയം തീരുമാനിച്ച ആ ദിവസം നിശ്ചയത്തിന് കുറിമാറൽ ചടങ്ങൊക്കെ ഉണ്ട്. എനിക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു റിലേറ്റീവാണ് എനിക്ക് കുറിമാറൽ ചടങ്ങ് നടത്തിയത്. അപ്പോൾ കുറിമാറൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിശ്ചയം ഡിസംബർ 11 നിശ്ചയിച്ചു. അപ്പോൾ അതൊരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ചടങ്ങാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം നമ്മളെ ദാമ്പത്യത്തിലേക്ക് കടക്കാൻ. അവിടെ കല്യാണ ദിവസം തന്നെ ഒരുപാട് പേരുടെ കാലേ നമ്മൾ തൊട്ട് വീഴും. അപ്പോൾ ഈ ദക്ഷിണ കൊടുക്കും, വെറ്റിയും പാക്കും നാണയമൊക്കെ വെച്ച് അല്ലേ ഇത്ര ദക്ഷിണയെ കൊടുത്തിട്ട് എല്ലാവരുടെ അനുഗ്രഹം ദീർഘസുമംഗലി ഭവ എന്ന് ചിത്രയുടെ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് എൻ്റെ തലയിലും ഒരുപാട് സന്തോഷകരമായൊരു ദാമ്പത്യമാകട്ടെ എല്ലാവരും അനുഗ്രഹിച്ച് സന്തോഷത്തിൻ്റെ ദിവസം തിരുമേനി പൂജിക്കുന്നു, വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നു. എല്ലാവരും സന്തോഷത്തിൻ്റെ നിമിഷമാണ്. പിന്നെ ഈ താലി കെട്ടൽ ചടങ്ങാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഒരു ചടങ്ങെന്ന് പറയുന്നത്. നേരത്തെ ഈ താലി കെട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ആ ചരടിൽ പരസ്പരം ബോണ്ടിങ് ഉണ്ടാവണം. ഒരുപാട് കാലം നിലനിൽക്കണമെന്ന സമൂഹമായിട്ട് ഒരു കീഴ്വഴക്കമാണ് ഈ ചാലിയും ചടങ്ങും ഈ പറയുന്ന ചടങ്ങുകളെല്ലാം. അപ്പം എല്ലാം ഒരു നല്ല ദാമ്പത്യം ഉണ്ടാകാൻ വേണ്ടി. നല്ല ദാമ്പത്യം എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊക്കെ സമൂഹത്തിന് വേണ്ടി നല്ല പ്രോഡക്ട്സ് അടുത്ത തലമുറ ഉണ്ടാകാൻ വേണ്ടി, ഒരു മാതൃകാ കുടുംബം ഉണ്ടാകാൻ വേണ്ടി. കുടുംബങ്ങൾ ചേരുന്നതാണല്ലോ സമൂഹം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം അതുപോലെ എല്ലാ ആഡംബരങ്ങളും ഓസ്പീഷ്യസ് ആയിട്ടൊരു മുഹൂർത്തത്തിൽ നടന്നു. അപ്പം ഈ കല്യാണത്തിൻ്റെ ആ ഒരു പന്തലത്തിന് ചെറിയ ഫ്രിക്ഷൻസ് ഒക്കെ ഫീൽ ചെയ്തിരുന്നു. വീട്ടുകാർ തമ്മിൽ എപ്പോഴും ക്ലാഷ് ഉണ്ടല്ലോ. ഭാര്യയുടെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് എപ്പോഴും ചേർന്ന് നിൽക്കണം, ഭർത്താവ് അങ്ങോട്ട് ചെല്ലണം. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ചെറിയ ക്ലാഷൊക്കെ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കിയില്ല. പിന്നീട് ആദ്യ രാത്രി അതിനുശേഷമുള്ള ദിവസങ്ങളെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. വീട്ടുകാർ തമ്മിലുള്ള ഒരു ചേർച്ചക്കുറവ്, എല്ലാം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ പ്രശ്നങ്ങൾ സത്യത്തിൽ വളർന്നു വന്നു. അതായത് പന്തലി വെച്ച് താലി കെട്ടിക്കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ വളർന്ന് പല കാര്യങ്ങളും നമ്മൾ പല വീഡിയോയിൽ ഇട്ടായിട്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. പല പ്രാവശ്യം ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നു. ഒരുപാട് ഈഗോ ക്ലാഷും പ്രശ്നങ്ങളും തമ്മിൽ ഈ താലിച്ചേരടും അനുഗ്രഹങ്ങളും ഒന്നും നടന്നില്ല. ഈ 10 പൊരുത്തമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു, അതങ്ങ് ഒന്നും നടന്നില്ല. അങ്ങനെ അവസാനം പ്രശ്നങ്ങളായിട്ട് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഞങ്ങൾ ഡൈവോഴ്സിൻ്റെ പക്കത്തെത്തിയാണ്. പിന്നീട് മീഡിയേറ്ററുടെ സഹായം കൊണ്ട് നമ്മൾ ഒരുമിച്ച് 2 കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലൊക്കെ നമ്മൾ ഞാൻ ചിത്രം ഒന്നിച്ച് വന്ന സമയത്ത് തീരുമാനിച്ചൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഒരുപാട് ചടങ്ങുകളിലും ആശീർവാദനങ്ങളിലും ഒക്കെ നമ്മൾ താലി കെട്ടിയ ചടങ്ങ്, ആ താലിച്ചരടിൽ നിന്നും താലി എടുത്ത് കളയാൻ തീരുമാനിച്ചു. ഈ താലിച്ചരട് കൊണ്ട് ഒരു ബന്ധവും ശാശ്വതമാകുന്നില്ല. ഈ ചടങ്ങുകളൊക്കെ പ്രഹസനമാണെന്ന് ഞങ്ങളുടെ ജീവിതം തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ദിവസം തിരിച്ചു ഒന്നായതിനു ശേഷം ഞങ്ങൾ താലി വേണ്ട, ചിത്ര താലി കെട്ടണ്ട, ഞാൻ ചിത്രയിട്ട് മോതിരം ഇടണ്ടെന്ന് തീരുമാനിച്ചു. ഇതിനപ്പുറത്തേക്ക് മനസ്സുകൾ തമ്മിലൊന്ന് കെട്ടാൻ എന്ന് കഴിയുന്നു. 25 വർഷത്തോളം ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ഈ താലി കെട്ടുമെന്നൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ കല്യാണത്തിൻ്റെ 25 വർഷം തികയുകയാണ്. ഇപ്പോൾ രാവിലെ പിള്ളേർ വിളിച്ചിരുന്നു ഞങ്ങളെ. സത്യത്തിൽ ഞാനത് മറന്നുപോയിരുന്നു. ഇന്ന് നമ്മുടെ പടത്തിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പല ജോലികൾ കിടക്കുന്നതുകൊണ്ട് ഞാൻ മറന്നുപോയി. ചിത്ര തന്നെ ഓർമ്മിപ്പിച്ചുമില്ല. ചിത്ര വിചാരിച്ച് മറന്നു പോട്ടെ, പുള്ളി എല്ലാം മറന്നുപോയി എന്ന്. പക്ഷെ ഞാൻ ഓർത്തില്ല. പക്ഷെ മക്കളത് ഓർത്തിരുന്നു. രാവിലെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛാ അമ്മ എന്ന് പറഞ്ഞു. മകളെ ഞങ്ങളോട് പറഞ്ഞു, അവരത് ഓർത്ത് വെച്ചിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞ് ഇന്നല്ല അച്ഛാ താലി കെട്ട എന്ന് പറഞ്ഞു. സത്യത്തിൽ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് ഞങ്ങളിന്ന്. കാരണം അന്ന് ഊരി വെച്ച താലിയാണിത്. ഈ താലി ഞങ്ങൾ അന്ന് ഊരി വെച്ചതാണ് അല്ലേ. ചിത്രയുടെ കാര്യത്തിൽ നിന്ന് അന്ന് ഊരി വെച്ച താലിയാണ്. അത് 25 വർഷത്തിൽ തിരിച്ചെടുത്ത് ഞങ്ങൾ കെട്ടുവന്നൊരു തീരുമാനത്തിലാണ്. എന്തായാലും ഞങ്ങൾ ഇന്ന് ചിത്രയുടെ കാര്യത്തിൽ എന്തായാലും രാവിലെ സമയമില്ല, പിള്ളേരോട് വന്നിട്ട് അവരെല്ലാം ജോലിക്ക് പോകാൻ പോയിരിക്കും. വന്നിട്ട് ഞങ്ങൾ ഇത് താലി തിരിച്ച് ചിത്രയുടെ കഴുത്തെ കെട്ടും. ഒരു മോതിരം പണിയാനായിട്ട് കൊടുത്തിട്ടുണ്ട് ചിത്ര ഇടാൻ വേണ്ടി. കാരണം ഇപ്പോഴാണ് ശരിക്കും ദാമ്പത്യത്തിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത്. ഏത് ചടങ്ങോ എന്ത് പ്രഹസനങ്ങളോ ഒക്കെ നടത്തുന്നതിന് അപ്പുറത്തേക്ക് 2 മനുഷ്യരുടെ മനസ്സ് തമ്മിലുള്ള ഒരു ഐക്യത്തിലാണ് എല്ലാ ദാമ്പത്യവും നിലനിൽക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നാന്ന് പറയാൻ മാത്രമല്ല വന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച പോലെ 25 വർഷം തികഞ്ഞ സന്തോഷകരമായി. സത്യത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ,
ഞാൻ ഇപ്പം ആലോചിക്കാറുണ്ട് അന്നത്തെ ഈ ഒരു പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ പിരിഞ്ഞു പോയിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടം എൻ്റെ ജീവിതത്തിൽ വരുത്തിയേനെ. കാരണം നമ്മളെല്ലാ ദാമ്പത്യത്തിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലും നമ്മൾ കാണുന്നത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങളാണ്. ഈ പ്രശ്നം കൊണ്ടാണ് പ്രശ്നം, ഇവര് എനിക്ക് ശരിയല്ല, അല്ലെങ്കിൽ ഈ പ്രശ്നം കൊണ്ട് എനിക്ക് ശരിയല്ല, മറ്റവർ ചിന്തിക്കും ഇയാൾ അങ്ങനെയല്ല എന്നൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തൊക്കെയോ നന്മ ഓരോ വ്യക്തിത്വങ്ങളിലും ഉണ്ടാകും. ഇപ്പോൾ ചിത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഹെൽപ്പായത് എൻ്റെ പ്രൊഫഷനിലെ ഞാൻ എൻ്റർടൈനിങ് ഫീൽഡിലാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ട് കുടുംബ ബന്ധങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ മേഖലയെ ബാധിക്കും. ഒരു പക്ഷേ ചിത്രയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും സ്ത്രീകൾ എപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുകയും സംശയരോഗത്തോട് നോക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് ഒന്നും ആകാൻ പറ്റില്ലായിരുന്നു. അത് എനിക്ക് കിട്ടിയ പ്ലസ് പോയിന്റ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിനപ്പുറത്തേക്ക് ചിത്രയുടെ കുറച്ച് നന്മകളുണ്ട്. അതായത് ഒരു കാര്യത്തിൽ എൻ്റെ ഇടപെടാറില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി, എന്തിനവരോട് സംസാരിക്കുന്നു, എന്താണ് ലേറ്റ്, അതൊന്നും ചോദിക്കാറൊന്നുമില്ല. അപ്പോൾ അതെനിക്ക് കിട്ടിയ പ്ലസ് പോയിന്റ്. അന്ന് ആ പ്രശ്നങ്ങൾ ചിത്ര എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നല്ലൊരു പ്രൊഫഷൻ പറ്റില്ലായിരുന്നു. എല്ലാം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്ര എന്നോട് പറഞ്ഞിരുന്നു എന്നും പറയാനില്ല, ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതിയെന്ന്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, എല്ലാം ചേട്ടൻ തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പൊ അതാണ് എന്തായാലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല ആൾക്കാർ പറയും ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയാണോ ചിത്ര? ഹാപ്പിയാണ്. അത് നമ്മൾ പിരിഞ്ഞു പോയിരുന്നെങ്കിലോ? പിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായേനെ. വലിയ നഷ്ടം. ഇതായാലും ഒരുപാട് പേര് ജീവിതത്തിൽ പകർത്തുക. നമ്മളത് കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ പ്രശ്നങ്ങളെ നോക്കുകയല്ല, അതിനപ്പുറത്തേക്ക് കുട്ടികൾ ഒരു നല്ല നിലയിൽ എത്തത്തില്ലായിരുന്നു. സത്യം, കുട്ടികൾ നല്ല നിലയിൽ എത്തത്തില്ലായിരുന്നു. കുട്ടികൾ നല്ല നിലയിൽ എത്തിയതിൻ്റെ കാരണം ഞങ്ങളുടെ ആ ഒരു തീരുമാനമാണ്. അപ്പം അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എന്തായാലും ഈ താലി കെട്ടും, ജീവിതം വീണ്ടും ഞങ്ങൾ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകും, മരണം വരെ എന്നൊരു തീരുമാനത്തിലാണ്. കാരണം ഇപ്പോൾ ഇത്രയൊക്കെ നമ്മളെ മച്യൂറായി. അതിൻ്റെ അർത്ഥം എന്താ, ഇത്രയും 25 വർഷം ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാമെങ്കിൽ, നല്ലൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ ഇനിയുള്ള കാലവും മറ്റൊന്നും ഭഗവാൻ വരുത്തിയില്ലെങ്കിൽ അല്ലേ ഇത്രയും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് തീരുമാനം. നിങ്ങൾക്കത് പ്രവർത്തിയാക്കാം. വെറുതെ കുടുംബ ബന്ധങ്ങളിൽ വെറുതെ പ്രശ്നങ്ങളല്ല ഉണ്ടാക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കില്ല. ആരെങ്കിലും ഒരാൾ ക്ഷമിച്ച് പരസ്പരം മനസ്സിലാക്കിയാൽ ജീവിതം ഭയങ്കര രസമായിരിക്കും. ഇത് ഞങ്ങളുടെ ജീവിതം തെളിയിച്ചാണ്. എന്തുകൊണ്ടും ഞങ്ങൾ അന്നെടുത്ത തീരുമാനം ഈ താലി ഊരി വെക്കാനും കുടുംബത്തെ മനോഹരമായി ഒരുമിച്ച് കൊണ്ടുപോകാനും കുട്ടികളെ നന്നായിട്ട് വളർത്താനും ഞങ്ങൾ ഒന്നായത് ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും ഫേസ്ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പങ്കുവെക്കും. നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ടീവാണ്. ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്കും പാഠമാണ്. ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു. ഈ താലിക്ക് ഇപ്പോഴാണ് വിലയുണ്ടായത്. ഈ താലിക്ക് അപ്പുറത്തേക്ക് ഞങ്ങളുടെ തമ്മിലുള്ള മനസ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പം ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം നിങ്ങളെ ചേർന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നതിൽ. എല്ലാവർക്കും നല്ലത് വരട്ടെ.